സാഗരമേ. മണികണ്ഠൻ, യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. നല്ല ഗാത്രമുള്ള ഒരു വോയിസ്. ആലാപനം തുടങ്ങിയപ്പോൾ ശരിക്ക് കാതുകളിൽ ഒരു മുഴക്കം തന്നെ അനുഭവപ്പെട്ടു. கொஞ்சம் நேரம் നീരൽ കൂടാതാ. തുണ്ടുപല്ലവി പാടിയപ്പോൾ അബദ്ധം പറ്റിയ അരി ആ കുട്ടിയുടെ കണ്ണിലോട്ടൊന്ന് നോക്കി. സർവ്വ സംഗതികളെ ഒന്ന് പോയി കിട്ടി അരിയുടെ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. രാപ്പകലുകളുടെ നിറഭേദങ്ങൾ പോലെ രാഗങ്ങളുടെ തേന്മഴ, മങ്ങാത്ത ഹൃദയവികാരം. ജസ്ബയത്തിൽ കടലും താരകങ്ങളും മേഘങ്ങളും സമന്വയിക്കുന്ന സാന്ദ്രഗീതങ്ങൾ. നിസ അസീസി ആലപിച്ച ഉറുദു ഗസൽ ആൽബം ജസ്ബയത്തിൽ. രാവുകളെ സംഗീത സാന്ദ്രമാക്കുന്ന ജസ്ബയത്തിൽ. ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസിൽ നിന്ന് ജസ്ബയത്തിൽ ദിനരാത്രങ്ങളുടെ സംഗീതം. ഓഡിയോ CD ഇപ്പോൾ വിപണിയിൽ. ജസ്ബയത്തിൽ. ഇപ്പോൾ ഓരോ 1 കിലോഗ്രാം പാക്ക് പിൽസ്ബറി ചക്കി ഫ്രഷ് ടാറ്റയ്ക്കുമൊപ്പം ഒരു പാക്കറ്റ് നെസ്കഫെ സൺറൈസ് ഫ്രീ. സ്നേഹത്തൂവൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മുസ്ലിം പവർ എക്സ്ട്രാ ഇന്ത്യൻ ഹെർബാഗ്രാം. ഇപ്പോൾ കോൾഗേറ്റ് 20 ഗ്രാം പാക്ക് വെറും 5 രൂപയ്ക്ക്. ഒന്നാമതെത്താൻ, ഉയരങ്ങളിലെത്താൻ NCPT, the Global Fire and Safety Engineering Academy. ജൂനിയർ ഹോർലിക്സ് ഇപ്പോൾ A to Z പോഷണം ദിനവും.
എന്റെ മുമ്പിൽ മറ്റൊരു മാർഗമില്ലായിരുന്നു. ഉണ്ണി സ്ഥലത്തില്ലായിരുന്ന അവസ്ഥയിൽ സുഭദ്ര ഒരു ആവശ്യം പറഞ്ഞപ്പോ അത് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സ്ഥലത്തുണ്ടല്ലോ, ഡിവോഴ്സിന് തയ്യാറുമാണ്. ഇനി ഈ കേസ് നടത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കേസ് ബാധിക്കില്ല. എവിടെയാണ് ഒപ്പിട്ട് തരേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. അനുവിന്റെ കൂടെ ഇനിയൊരു ജീവിതം വേണമെന്ന് എനിക്കും ആഗ്രഹമില്ല. പക്ഷേ യാതൊരു കാരണവശാലും അഞ്ജലി ഉപദ്രവിക്കരുത്. ഉണ്ണിക്ക് മാത്രമേ അഞ്ജലിയുടെ കുട്ടിക്ക് മേൽ നിയമപ്രകാരം അവകാശമുള്ളൂ. സുഭദ്രയ്ക്ക് അങ്ങനെ ഒന്നില്ല. ഉണ്ണിക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ അഞ്ജലിക്കെതിരെ കേസ് കൊടുക്കാൻ ആർക്കും പറ്റില്ല. ഒരു കാര്യം കൂടി, എനിക്ക് അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഒരു സഹായം കൂടി ആവശ്യമുണ്ട്. അത് ഡിവോഴ്സിന് സമ്മതിച്ചെന്റെ പ്രത്യുപകാരം എന്ന രീതിയിലല്ല. ഫീസ് എത്രയാണെന്ന് പറഞ്ഞാൽ അത് തരാൻ ഞാൻ തയ്യാറുമാണ്. എന്താ? അഞ്ജലിക്കെതിരെ വേറെ ചിലർ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതേതെങ്കിലും തരത്തിൽ കോടതിയിലെത്തിയാൽ നിങ്ങൾ അഞ്ജലിക്ക് വേണ്ടി കേസ് വാദിക്കണം. ചോദിക്കുന്ന പ്രതിഫലം തരാം. തീർച്ചയായും. പിന്നെ എനിക്കതിന് ഒരുപാട് പ്രതിഫലമൊന്നും വേണ്ട. ഉണ്ണി ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞ സഹായങ്ങൾ മാത്രം മതി. നാളെ ഞാൻ ഓഫീസിൽ വരാം. ഒപ്പിടേണ്ട കടലാസുകൾ തയ്യാറാക്കി വെച്ചാൽ ഒപ്പിട്ട് തരാം. വരട്ടെ. അഞ്ജലിയോടുള്ള നിന്റെ പക ഒടുങ്ങിയില്ലേ? പക്ഷേ ഇത്രയും വലിയ കൊടുങ്കാറ്റ് അടിച്ചു തൂങ്ങുമ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല. നിനക്കിപ്പോ ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്. അഞ്ജലിക്കുണ്ട് അത് രണ്ടും. എനിക്ക് മാത്രം ആരും ഒന്നും ബാക്കിയില്ലാതായിപ്പോയി. വരട്ടെ. ശാപം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. താൻ പേടിക്കാതിരിക്കെ. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുക.